ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊരു അരമണിക്കൂർ കുതിർത്തി വെക്കണം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർക്കുക. അരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതിൽ ചേർത്ത ആ വെള്ളത്തോടു കൂടെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓവറായിട്ട് വെള്ളം ഒഴിക്കണ്ട. ഇത് കുതിരാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് ലൂസായി പോവും. നല്ലോണം അരച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ച് നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പാല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവും. ഇനി ഇതൊന്ന് ഇളക്കിക്കൊണ്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കാം. മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം ബീറ്റ്റൂട്ട് വേവിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ബീറ്റ്റൂട്ട് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ ചൂടാറാൻ വെച്ച കുറുക്കിയെടുത്ത നുറുക്ക് ഗോതമ്പ് കൂടെ ചേർക്കുക. ചൂടാറി കഴിഞ്ഞാൽ നുറുക്ക് ഗോതമ്പ് ഇതുപോലെ നല്ല കട്ടിയായി വരും. അത് കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് തണുത്ത വെള്ളവും 1 ഗ്ലാസ് തണുത്ത പാലും പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് പോമഗ്രാനറ്റ് ഇട്ട് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണല്ലോ നുറുക്ക് ഗോതമ്പ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബായ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. Thank you.